അതിന്റെ കുറച്ച് വീഡിയോസ് ഒക്കെയാണ് നമ്മൾ ഇവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഈ പ്രോഗ്രാം നടക്കുന്നത് ഒരു കാത്തലിക് സ്കൂളിലായിരുന്നു. സ്കൂളിൻ്റെ അകത്തെ ഹോളിലാണ് ഈ പ്രോഗ്രാം നടത്തുന്നത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. ഇവിടെ ഫ്ലവേഴ്സ് ടിവിയുടെ ന്യൂസ് റിപ്പോർട്ടൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ വരുമ്പോൾ തന്നെ ഒരു കൂപ്പൺ എടുത്തിട്ട് ആ കൂപ്പൺ വെച്ച് നമുക്ക് ആദ്യം ഫുഡ് കഴിക്കാനായിരുന്നു. ഇവിടെ നാടൻ ഫുഡൊക്കെ ആയിരുന്നു തന്നിരുന്നത്. അപ്പവും ബീഫ് സ്റ്റൂയും റൈസും ചിക്കൻ കറിയും ഒക്കെ ഉണ്ടായിരുന്നു. പായസം ഉണ്ടായിരുന്നു. ഇവിടുത്തെ ഈ സ്കൂൾ തിയേറ്റർ എന്ന് പറയുമ്പം ഒരു ഗംഭീര തിയേറ്റർ ആയിരുന്നു. നമ്മുടെ എന്താ പറയുക, നാട്ടിലത്തെ ഫിലിം തിയേറ്റർ പോലായിരുന്നു ഇവിടെ. ഈ തിയേറ്ററിലാണ് പ്രോഗ്രാം നടക്കുന്നത്. അതിൻ്റെ സ്റ്റേജാണിത്. സ്നേഹസംഗമം സീസൺ 4 എന്നായിരുന്നു ഈ പ്രോഗ്രാമിൻ്റെ പേര്. ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്തിരുന്നത് സെൻറ്റ് ജോസഫ് സീറോ മലബാർ കാത്തലിക് പാരിഷ് ഹാമിൽട്ടൺ ആണ്. ഇത് ഇവരുടെ 4th സീസണാണ്. ഇതുവരെയുള്ള എല്ലാ സീസണിൻ്റെയും ഒരു പ്രൊമോ വീഡിയോ അവർ കാണിച്ചായിരുന്നു. ഈ ഡ്രാമയുടെ പേര് വിമോഹനം എന്നായിരുന്നു. സീറോ മലബാർ ഡയസിസ് ഓഫ് ഹാമിൽട്ടൻ്റെ ബിഷപ്പ് ലോപ്സിംഗർ ആയിരുന്നു അവിടെ ഇനോഗ്രേഷന് വന്നത്. ഇനോഗ്രേഷന് ശേഷം ഒരു ഗോസ്പൽ ബാൻഡായിരുന്നു. ടോണി പൗലോസ് ഡയറക്റ്റ് ചെയ്ത വിമോഹനം എന്ന ഡ്രാമയായിരുന്നു അടുത്തത്. ഈ ഡ്രാമയുടെ തുടക്കം എന്ന് പറയുമ്പോൾ പ്രപഞ്ച സൃഷ്ടിയായിരുന്നു. ഫസ്റ്റിൽ തന്നെ ഒരു ഡാൻസ് ആയിരുന്നു. അതിൽ 45ഓളം കുഞ്ഞുങ്ങൾ പങ്കെടുത്ത ഒരു ഡാൻസ് ആയിരുന്നു. കർത്താവ് പ്രപഞ്ചം സൃഷ്ടിച്ച ഒരു ഇതിലുള്ള ഒരു ഡാൻസ് ആയിരുന്നു അത്. എന്നിട്ട് കായൻ്റെ ആബേൻ്റെ ആയിരുന്നു കാണിച്ചത്. അതിനുശേഷം യേശുവിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള അറിയിപ്പ് മുതൽ യേശുവിൻ്റെ ഉദ്ധാനം വരെയാണ് ഈ നാടകത്തിൽ കാണിച്ചത്.
പിതാവായ എബ്രഹാമായിട്ട് അഭിനയിച്ചത് അവരുടെ വികാരിയായിരുന്ന ടോണിയച്ചനാണ്. ോളം ആളുകളായിരുന്നു ഈ ഡ്രാമയിൽ ഉണ്ടായിരുന്നത്. നാഷണൽ ആന്തത്തോടു കൂടി ഈ പ്രോഗ്രാം അവസാനിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.